ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മക്രോണിയുടെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഈ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മക്രോണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ വെള്ളം ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ മക്രോണി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഓയിലും ഉപ്പും ഒക്കെ എല്ലായിടത്തും മക്രോണിൽ എത്തുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ മക്രോണി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ തുറന്നിട്ട്. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടയരുത് കേട്ടോ. മക്രോണിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കിട്ടണം. ആ പാകത്തിൽ നോക്കിയിട്ട് വേണം ഇത് എടുക്കാൻ. ഇനി നമുക്ക് ഈ വെന്ത മക്രോണി നമ്മൾ ഈ വെള്ളത്തിൽ നിന്നും കുറച്ച് തണുത്ത വെള്ളത്തിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്കിത് കട്ടയാവാതെ വേറിട്ട് തന്നെ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ മക്രോണി നേരിട്ട് ഒരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയായിട്ടാണല്ലോ കിട്ടുക. അപ്പോഴത്തെ തണുത്ത വെള്ളത്തിൽ നിന്ന് വീണ്ടും ഒരു ഡ്രൈ ആവാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ട് ഓയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ടൈമിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം ഒന്ന് ജസ്റ്റ് വഴന്ന് കിട്ടിയ ടൈമിൽ നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് വഴന്ന് സെറ്റായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇതിലോട്ട് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മസാല ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടീസ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും കൂടെ ഈ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയല്ല, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ എണ്ണയിലിട്ടിട്ട് ഈ നമ്മുടെ മൈദയുടെ ഫ്ലോർ ഒന്ന് റോസ്റ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഏകദേശം റെഡി ആകുമ്പോൾ നമ്മൾ അതിലോട്ട് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കണം. 1.5 കപ്പിൻ്റെ അടുത്ത് പാലാണ് ഇതിലോട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പാൽ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ടൈമിൽ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ മക്രോണിയിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ഒറിഗാനോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എരിവ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവൊക്കെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ വറ്റൽ മുളകിൻ്റെ കൃഷി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം.
ഈ ടൈമിൽ ഉപ്പൊക്കെ നമ്മൾക്ക് ഇതിലോട്ട് പാകമാണോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്തിരി ഉപ്പ് കമ്മി ഉണ്ടായിരുന്നപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഒന്ന് വൈറ്റ് സോസ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മക്രോണി എല്ലാമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മുടെ എഗ് മസാലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ എഗ് ക്രീം മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.